ഡാർക്ക്നെറ്റ് വഴിയുള്ള മയക്കുമരുന്ന് കടത്ത് ശൃംഖലയായ കെറ്റാമലോൺ കേസിലെ പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള NCBയുടെ അപേക്ഷ എറണാകുളം അഡീഷണൽ സെക്ഷൻ കോടതി ഇന്ന് പരിഗണിക്കും. കേസിലെ മുഖ്യപ്രതി എഡിസൺ, സഹായികളായ അരുൺ തോമസ്, കെവിൻ ഡിയോൾ, ഭാര്യ അഞ്ജു ഡേവിസ് എന്നിവരെ വിശദമായി ചോദ്യം ചെയ്തതിനാണ് NCB കസ്റ്റഡിയിൽ അപേക്ഷ നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം സുരക്ഷാ കാരണങ്ങളെ തുടർന്ന് മാറ്റിവെച്ച ഹർജിയാണ് ഇന്ന് പരിഗണിക്കുന്നത്. ഈ കേസിൽ പിടിച്ചെടുത്ത ലഹരി വസ്തുക്കളുടെ അളവ് ഞെട്ടിക്കുന്നതാണ്. സാധാരണ NCB പിടികൂടുന്നതിനേക്കാൾ 10 ഇരട്ടിയിലേറെ ലഹരിയാണ് എഡിസണിൽ നിന്ന് കണ്ടെടുത്തത്. ഇത് ഡാർക്ക്നെറ്റ് വഴിയുള്ള മയക്കുമരുന്നിന്റെ കടത്തിന്റെ വ്യാപ്തിയും ആഴവും വ്യക്തമാക്കുന്നു. വ്യത്യസ്ത കേസുകളിലായാണ് എഡിസൺ, അരുൺ തോമസ്, ഡിയോൾ, അഞ്ജു ഡേവിഡ് എന്നിവരെ പിടികൂടിയത്. എന്നാൽ തുടരന്വേഷണത്തിൽ ഇവർ പാഞ്ചാലിമേട്ടിലെ ഒരു റിസോർട്ടിൽ കേന്ദ്രീകരിച്ച് വലിയ തോതിലുള്ള ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നതായി NCB കണ്ടെത്തി. എഡിസണും അരുണും ഡിയോളും സഹപാഠികളാണെന്നും ഈ ശൃംഖലയുടെ ആസൂത്രിത സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നു. ഈ ഡാർക്ക്നെറ്റിന്റെ പങ്കേറെയും നിർണായകമാണ്. സാധാരണ ഇന്റർനെറ്റ് ഉപയോക്താക്കൾക്ക് എത്തിപ്പെടാൻ കഴിയാത്തതും പ്രത്യേക സോഫ്റ്റ്വെയറുകളുടെ കോൺഫിഗറേഷനുകളോ ആവശ്യമായുള്ളതുമായ ഒരു നെറ്റ്വർക്കാണിത്. ഇവിടെ നടക്കുന്ന മിക്കവാറും ഇടപാടുകളും നിരീക്ഷണത്തിൽ നിന്ന് മറഞ്ഞിരിക്കുന്നവയാണ്. ക്രിപ്റ്റോ കറൻസികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പേയ്മെന്റുകളും എൻക്രിപ്റ്റ് ചെയ്ത ആശയവിനിമയങ്ങൾ എന്നിവ ഡാർക്ക്നെറ്റിലെ മയക്കുമരുന്ന് ശൃംഖലകൾക്ക് എളുപ്പത്തിൽ പ്രവർത്തിക്കാൻ സഹായകരമാകുന്നു. ഇത്തരം കേസുകൾ തെളിയിക്കാനും പ്രതികളെ പിടിക്കാനും വലിയ സാങ്കേതിക വൈദഗ്ധ്യവും സമയവും ആവശ്യമാണ്. ഇന്ന് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗത്തെയും വിതരണത്തെയും കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു. യുവാക്കൾക്കിടയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടുന്നത് സാമൂഹ്യവും ആരോഗ്യപരവുമായ ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നുമുണ്ട്. ഈ കേസ് കേരളത്തിലെ ലഹരി മാഫിയയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിലവിൽ രാജ്യത്ത് മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വലിയ ഊന്നൽ നൽകുന്നുണ്ട്. നാർക്കോട്ടിക്സ് ഫ്രീ ഇന്ത്യ എന്ന ലക്ഷ്യത്തോടെ നിരവധി ബോധവൽക്കരണ പരിപാടികളും നിയമ നടപടികളും നൽകുന്നുണ്ട്. ഡാർക്ക്നെറ്റ് പോലെയുള്ള ആധുനിക മാർഗങ്ങളിലൂടെയുള്ള മയക്കുമരുന്ന് കടത്ത് കണ്ടെത്താനും തടയാനും സൈബർ വിദഗ്ധരുടെ സഹായം NCB പോലുള്ള ഏജൻസികൾക്ക് അനിവാര്യമായി വരുന്നുണ്ട്. ഈ കേസിൽ NCBക്ക് പ്രതികളെ കസ്റ്റഡിയിൽ ലഭിക്കുകയാണെങ്കിൽ ലഹരി ശൃംഖലയുടെ ആഴവും വ്യാപ്തിയും കൂടുതൽ വ്യക്തമാകും. ഡാർക്ക്നെറ്റിലെ മറ്റു കണികൾ, ഫണ്ടിംഗ് വഴികൾ, ലഹരി വസ്തുക്കൾ എവിടെ നിന്നാണ് തുടങ്ങിയവ നിർണായക വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാനാണ് ഇത് സഹായിച്ചേക്കും. ഇത് ഭാവിയിൽ സമാനമായ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് സഹായകരമായ വിവരങ്ങൾ നൽകും. സമൂഹത്തിൽ ലഹരിയുടെ വ്യാപനം തടയാൻ നിയമപാലകർ നടത്തുന്ന ശ്രമങ്ങൾക്ക് ഈ ഒരു കേസ് മുതൽക്കൂട്ടാകുമെന്ന് നിസ്സംശയം പറയാം. സമൂഹത്തിൽ ലഹരിയുടെ വ്യാപനം തടയാൻ നിയമപാലകർ നടത്തുന്ന ശ്രമങ്ങൾക്ക് ഈ കേസ് മുതൽക്കൂട്ടാകുമെന്ന് നിസ്സംശയമാണ്. ഈ കേസിൽ തുടർ നടപടികൾ സമൂഹം ഉറ്റുനോക്കുകയാണ്. ലഹരിക്കെതിരായുള്ള പോരാട്ടത്തിൽ ഇതൊരു പ്രധാന ചുവടുവയ്പായി കണക്കാക്കപ്പെടുന്നു.